ഹലോ, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും നല്ലതുപോലെ എഴുതാനായിട്ട് സാധിച്ചു എന്നറിയുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ഇത്തവണ കോമ്പറ്റേറ്റീവ് ക്രാക്കർ വളരെ നല്ല ഒരു എഫേർട്ടാണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു നല്ല റിസൾട്ടാണ് നമ്മൾ മുമ്പോട്ട് ഇനി പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിൽ പ്രത്യേകിച്ചും ഹിസ്റ്ററി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് നോക്കിയായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നമ്മളൊരു അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ ഏകദേശം ഒരു 50-55 ക്വസ്റ്റ്യൻസോളം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഒരു 20 ക്വസ്റ്റ്യൻസോളം അടുത്ത്, അല്ലെങ്കിൽ ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് അടുത്ത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞതിനനുസരിച്ച് അതേ രീതിയിൽ വന്നത്, ഓക്കെ, ഇനിയും ഏത് രീതിയിലായിരിക്കും നമുക്ക് അടുത്ത എക്സാമിന് നമ്മളോട് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നമ്മുടെ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സമയമില്ല. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, അതായത് നമ്മൾ ഇൻഹൗസ് ക്ലാസ്സിലും അതായത് നമ്മുടെ ലൈവ് സെഷൻസിലുമൊക്കെ ഡിസ്കസ് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് വീണ്ടും നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം 51ഓളം ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 20ഓളം ക്വസ്റ്റ്യൻസ് അല്ലാതെയും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. യെസ്, ഏതൊക്കെ ചോദ്യങ്ങളായിരുന്നു അതെന്ന്. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് ഒന്ന് അതിൻ്റെ സൈഡിലൊക്കെ ചില കാര്യങ്ങളൊന്ന് നോട്ടൊക്കെ കുറിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത പരീക്ഷയ്ക്ക് അത് ഒരുപാട് പ്രയോജനപ്പെടും. ഓക്കെ, നോക്കിയേ, ആദ്യത്തെ ഒരു ചോദ്യം നോക്കിയേ. ഓതർ ഓഫ് കൾച്ചറൽ സിംബിയോസിസ്, ആരാണ് കൾച്ചറൽ സിംബിയോസിസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയെന്നാണ് അല്ലേ? ഇത് ഏകദേശം നമ്മളൊരു 2 പ്രാവശ്യത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം നോക്കാം. ആരായിരുന്നു? രാജൻ ഗുരുക്കൾ, ശ്രീധര മേനോൻ, MGS നാരായണൻ, MR രാഘവ് വാര്യർ. ആരായിരുന്നു അതിൻ്റെ ഉത്തരം? നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിച്ചായിരുന്നു അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി ആണ് അല്ലേ, MGS നാരായണനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം, ഞാനിത് പ്രത്യേകമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഓതേഴ്സും അവരുടെ വർക്കുകളും പല തവണയായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിൽ ചില ആവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ഇതിനു മുമ്പ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് വീണ്ടും നമ്മളോട് അത് മറ്റൊരു രീതിയിൽ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനിയും നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിയേ, ദ ആർച്ച് ബിഷപ്പ് ഓഫ് ഗോവ ഹു കണ്ടക്റ്റഡ് ദ സിനഡ് ഓഫ് ഡയംബർ ഇൻ 1599. ഓക്കെ, 1599 ഉദയംപേരൂർ സുനഹദോസിന് അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ഗോവയിലെ ആർച്ച് ബിഷപ്പ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഡോം മാനുവൽ, അലക്സിസ് ഡി മെനേസിസ്, റൊസാരിയോസ് ഇമ്മാനുവൽ, കുഡിൻഹോ. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഏതായിരുന്നു അതിൻ്റെ ഉത്തരം? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലേ? നമുക്ക് കൃത്യമായിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കാരണം നമ്മൾ ലാറ്റിനൈസേഷൻ ഓഫ് ക്രിസ്ത്യൻ ചർച്ചസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പോർച്ചുഗീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചതാണ്. മാത്രമല്ല, ഇത് ആരുടെ നേതൃത്വത്തിലാണ്, ഈ ആർച്ച് ബിഷപ്പ് ആരാണ് എന്ന് പോലും നമ്മൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തതും കൂടെയാണ്. അപ്പോൾ അത് അതേ രീതിയിൽ തന്നെ ആ ചോദ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ദ ഏർലിയസ്റ്റ് അവൈലബിൾ വർക്ക് ഓഫ് ദ സംഘം തമിഴ് ഈസ്. സംഘകാലഘട്ടത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഏത് സംഘകാലഘട്ടത്തിലുള്ള ഏത് വർക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
മധുരൈ കാഞ്ചി, തൊൽക്കാപ്യം, പട്ടിണിപ്പാലൈ, പരിപാടം. ഇതിലേത് വർക്കാണ് ഏർലിയസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സംഘം വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ, തൊൽക്കാപ്യമാണ്. അപ്പോൾ തൊൽക്കാപ്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ സംഘ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു വർക്കാണ് ഇത് തൊൽക്കാപ്യം എന്ന് പറയുന്നത് അല്ലേ. ഗ്രാമർ വർക്കാണ്, കൂടുതലും ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തൊൽക്കാപ്യറാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് സംഘത്തിലെ വർക്കുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. സെക്കൻഡ് സംഘത്തിലെ ആകെ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എയർലിസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? തൊൽക്കാപ്യമാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ വർക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതിനാണ്? തേർഡ് സംഘം കാലഘട്ടം മുതലുള്ള വർക്കുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. സംഘകാലഘട്ടം അതുപോലെ തന്നെ തിണയുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നോക്കിയേ, ദ എക്സ്ട്രീം റാഡിക്കൽ ഗ്രൂപ്പ് ഇൻ ഫ്രാൻസ് അസോസിയേറ്റഡ് വിത്ത് ദ റീൻ ഓഫ് ടെറർ. ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ റീൻ ഓഫ് ടെറർ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റാഡിക്കൽ ഗ്രൂപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജിറോണ്ടിസ്റ്റുകൾ, ജാക്കോബിൻസ്, ഫിസിയോക്രാറ്റ്സ്, ബൂർഷാസി. ഇതിലാരായിരുന്നു ഈ റീൻ ഓഫ് ടെറർ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാവുന്ന ഒരു ചോദ്യവും ആണ് അല്ലേ. ഏതാണ് ഉത്തരം? അതിൻ്റെ ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ, ജാക്കോബെൻസ് ആണ് അല്ലേ. ജാക്കോബൻ ക്ലബ്ബ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാരത്തോണിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ ഈ ജാക്കോബിൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജാക്കോബിൻ ക്ലബ്ബ് അതിൻ്റെ ഭാഗമായിട്ട് ടിപ്പു സുൽത്താൻ്റെ കാര്യവും എല്ലാം നമ്മൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയ കാര്യങ്ങളുമാണ്. അപ്പോൾ ഇവിടെ ഏതായിരുന്നു ആ റാഡിക്കൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാക്കോബൈൻസ് ആയിരുന്നു അല്ലേ. ജാക്കോബൈൻസിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന റോബിസ്പിയർ അല്ലേ, മാക്സിമിലിയൻ റോബിസ്പിയർ ആയിരുന്നു ഈ റീൻ ഓഫ് ടെററിന് എന്ത് ചെയ്തത്? നേതൃത്വം നൽകിയത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നോക്കിയേ, ബോസ്റ്റൺ ടീ പാർട്ടി ഒക്വേർഡ്. വീണ്ടും ഒരു ഡയറക്റ്റ് ഹിറ്റ് ആയിട്ടുള്ള ചോദ്യം അല്ലേ. ഏതാണ്? 1771, 1772, 1773, 1774. അപ്പോൾ വളരെ അടുത്ത വർഷങ്ങൾ തുടർച്ചയായിട്ട് തന്നിരിക്കുകയാണ്. നമ്മളെ ഒരു കൺഫ്യൂഷനിലാക്കാനാണ് അത് ചോദിച്ചെങ്കിലും കൃത്യമായിട്ട് നമ്മളത് പഠിച്ചിട്ട് പോയതുകൊണ്ട് നമുക്കതിൻ്റെ ആൻസർ വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും എഴുതാനായിട്ട് സാധിച്ചു അല്ലേ. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് അല്ലേ. സാമുവൽ ആഡംസിൻ്റെ നേതൃത്വത്തിലാണ് നടന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഒരു റവല്യൂഷണറി ഫേസിലേക്ക് കടക്കുന്നത് 1773 നടന്ന ബോസ്റ്റൺ ടീ പാർട്ടിയിലൂടെയാണ് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, യെസ്, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് മറ്റൊരു ചോദ്യം വന്നത് വീണ്ടും ആവർത്തിച്ചു, ഒരുപാട് തവണ ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ദ ഡെസിഫർമെൻറ്റ് ഓഫ് ദ ക്യൂണിഫോം സ്ക്രിപ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അല്ലേ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റാണ് ഏതാണ്? യെസ്, ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആരാണ് ഇതിനെ വായിച്ചെടുത്തത്, ഡെസിഫർ ചെയ്തത് എന്നാണ് അല്ലേ. ചാപ്പലിനുണ്ട്, ഹെൻറി റോളിങ്സണുണ്ട്, ലബീബ് ഹബാച്ചിയുണ്ട്, അതുപോലെ ബാഡ്വേ ഉണ്ട്. ഇതിലാരായിരുന്നു? യെസ്, അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ അല്ലേ, പിന്നീട് ക്ലാസിക്കൽ സിവിലൈസേഷൻ ആയിട്ടുള്ള റോമൻ, ഗ്രീക്ക് സിവിലൈസേഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിവിലൈസേഷനിലെ സ്ക്രിപ്റ്റുകൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് പഠിച്ചു പോയത്. ഓക്കെ, അതിൽ നിന്നാണ് ചോദ്യം വന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു അല്ലേ. ഓപ്ഷൻ ബി ആണ്, ഹെൻറി റോളിങ്സൺ ആണ് അല്ലേ. അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഉറപ്പായിട്ടും നമുക്ക് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ റിലീജിയൻ, ഈ 3 കാര്യങ്ങളിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ടും നമുക്ക് സ്ക്രിപ്റ്റിൽ നിന്ന് ചോദ്യം വരികയും ചെയ്തു. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, യെസ്, ഇത് നമ്മൾ ലൈവായിട്ട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കും കൂടെയാണ് അല്ലേ. യെസ്, ദ അറബ് സ്പ്രിംഗ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് ഇൻ. അറബ് സ്പ്രിംഗ് എവിടെയാണ്
ആരംഭിച്ചത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. ലിബിയ, യമൻ, ബഹ്റൈൻ, ടുണീഷ്യ അല്ലേ. യെസ്, ഒരു 2 or 3 തവണയോ നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉത്തരമായിട്ട് വന്നത് ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ടുണീഷ്യയിലാണ് യെസ് അറബ് സ്പ്രിംഗ് ആരംഭിക്കുന്നത് അല്ലേ. അറബ് സ്പ്രിംഗ് എങ്ങനെയാണ് ആരംഭിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ടുണീഷ്യയിൽ യെസ് അവിടെ ഒരു കച്ചവടക്കാരനായിരുന്ന ഒരു വ്യക്തിയുടെ സാധാരണ ഒരു ടെൻറ്റിലായിരുന്നു അദ്ദേഹം കച്ചവടം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ടെൻറ്റ് പൊളിച്ചു മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് യെസ് ഈ വിപ്ലവം ആരംഭിക്കുന്നത് അല്ലേ. പിന്നീട് അത് പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ വ്യാപിച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ഭരണ സംവിധാനത്തെ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു യെസ് ഇതിൻ്റെ ഈ അറബ് സ്പ്രിംഗ് ലക്ഷ്യമാക്കിയത് അല്ലേ. അതൊക്കെ നമ്മൾ കണ്ടു, പഠിച്ചതാണ്, കൃത്യമായിട്ട് പഠിച്ചതാണ്. അതിൻ്റെ ആൻസർ എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിച്ചു. യെസ്, അടുത്ത ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള മാച്ച് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണയും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത്യാവശ്യം നമുക്ക് ഒന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു എല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ചില ആക്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ തലത്തിൽ വന്ന ചില മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും, രണ്ടാമത്തെ കോളത്തിൽ അത് ആരാണ് നടപ്പിലാക്കിയത് എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിയേ, ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്, ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട്, അബോളിഷൻ ഓഫ് സ്ലേവറി, പ്രൊഹിബിഷൻ ഓഫ് സതി അല്ലേ. അതുപോലെ തന്നെ ലിസ്റ്റ് 2 എലൻ ബറോ, ഡൽഹൌസി, വില്യം ബെൻഡിക്റ്റ്, ലാൻസ്ഡൗൺ അല്ലേ. അപ്പം വൈസ്രോയിമാരുടെ പേരുകളാണ് ലിസ്റ്റ് 2 തന്നിരിക്കുന്നത്. ഓപ്ഷൻ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് അറിയാവുന്നുണ്ട് അബോളിഷൻ ഓഫ് സ്ലേവറി, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് സതി, ഹിന്ദു മാരേജ് ആക്ട് അല്ലേ, ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് അല്ലേ. ഇതിൻ്റെ ഉത്തരം ഏതാണ് വരുന്നത്? യെസ്, കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് അല്ലേ. യെസ്, വിഡോ റീമാരേജ് ആക്ട് എന്താണ്? യെസ്, A2 വന്നു അല്ലേ, ഡൽഹൌസി വന്നു. അതുപോലെ തന്നെ B4 അല്ലേ, ലാൻസ്ഡൗണിൻ്റെ കാലഘട്ടത്തിലാണ് ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് വരുന്നത്. അബോളിഷൻ ഓഫ് സ്ലേവറി എലൻ ബറോയുടെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് സതി എന്ന് പറയുന്നത് വില്യം ബെൻഡിക്റ്റിൻ്റെ കാലഘട്ടത്തിൽ അല്ലേ. അപ്പോൾ അത് നമ്മളെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ചോദ്യമാണ്. ഇതിനകത്ത് തന്നെ നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളും വ്യത്യസ്ത സമയങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 3 കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്രൊഹിബിഷൻ ഓഫ് സതി, അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് സ്ലേവറി, ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോയത്. ഇൻഹൗസിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത്. നോക്കിയേ, ദ ഫിലോസഫി അസോസിയേറ്റഡ് വിത്ത് ജൈനിസം. അപ്പോൾ ജൈനിസവും ബുദ്ധിസവും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കവർ ചെയ്ത് പോയതാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഫിലോസഫികൾ, ജൈനിസത്തിലും ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിലോസഫികൾ ഏതൊക്കെയാണ്, അതിൽ തന്നെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില ഫിലോസഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിലോസഫി ഏതാണ്? ശാതവാദ, യോഗാചാര, ശൂന്യവാദ, മാധ്യമിക അല്ലേ. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ, ശാതവാദയാണ്. തിയറി ഓഫ് മേ ബി അല്ലേ, മേ ബി, തിയറി ഓഫ് മേ ബി എന്നുള്ളതാണ് നമുക്ക് ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിലോസഫി. അപ്പം യോഗാചാര ഫിലോസഫി, അതുപോലെ മാധ്യമിക, ഇതെല്ലാം നമുക്ക് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിലോസഫികളാണ് അല്ലേ. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാർഡിനൽ ഫിലോസഫിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്രതിച്ഛ സമുത്പാദ എന്നുള്ള ആ ഒരു ഫിലോസഫിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഇത്തവണ നമുക്കത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് എല്ലാവർക്കും തന്നെ സാധിച്ചു. ഓക്കെ, യെസ്, മറ്റൊരു ചോദ്യം നോക്കിയേ. ദ മോണുമെൻ്റൽ വർക്ക് ദ മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു അല്ലേ. ഇതും പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ. ആവർത്തിക്കുക, പ്രത്യേകിച്ചും അനൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഇത് വീണ്ടും ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്ന മാർക്ക് ബ്ലോക്ക്, ലൂസിയൻ ഫെബ്രുവി, എമിലി ഡർഖെയിം, ഫെർഡിനാൻഡ് ബ്രൂഡൽ, ഇത്രയും പേരുടെ പേരുകളാണ് നമുക്ക് ഉത്തരമായിട്ട് തന്നിരിക്കുന്നത്. ആരായിരുന്നു അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ, ഫെർഡിനാൻഡ് ബ്രോഡലിൻ്റെ വർക്കാണ് ദ മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്നുള്ളത് അല്ലേ. യെസ്, അപ്പോൾ ഇത് തന്നെ ഇനി വേറൊരു രീതിയിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ടോ, അല്ലെങ്കിൽ മാർക്ക് ബ്ലോക്കിൻ്റെ
മാർക്ക് ബ്ലോക്കിൻ്റെ 2-3 പ്രാവശ്യം ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ യെസ്, പെരി ബോർദിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ശേഷമുള്ള കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് പെരി ബോർഡിയോ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ യെസ് പ്രധാനപ്പെട്ട സോഷ്യൽ തിയറീസ് പഠിച്ചപ്പോൾ പഠിച്ചു പോയതാണ് അല്ലേ. അതും ഡയറക്റ്റായിട്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മോഡേൺ ഇന്ത്യയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. വീണ്ടും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം നോക്കിയേ. ദ ചൗരി ചൗര ഇൻസിഡൻറ്റ് ഒക്വേർഡ് ഓൺ, ചൗരി ചൗര സംഭവം നടന്നത് എന്നാണ്, ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഡേറ്റുകൾ നമ്മൾ കാണാതെ പഠിക്കണമെന്ന് നമ്മുടെ ലൈവ് സെഷനിലും അതുപോലെ തന്നെ ഇൻഹൗസിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. യെസ്, അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ അവിടെ നിന്ന് നമ്മളോട് ഡേറ്റ് സഹിതമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ചൗരി ചൗര നടന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് മാർച്ച് 5, 1922, ഫെബ്രുവരി 5, 1922, ഏപ്രിൽ 5, 1922, ജനുവരി 5, 1922 എന്നായിരുന്നു. യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലേ. ഫെബ്രുവരി 5, 1992 ചൗരി ചൗര എന്ന് പറയുന്ന ഈ ഒരു സംഭവം യു പിയിൽ നടക്കുന്നത് അല്ലേ. അതിനെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? യെസ്, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയും പിന്നീട് വലിയ രീതിയിൽ ബ്രിട്ടീഷുകാരുടെ അട്രോസിറ്റീസ് ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടാകുകയും ചെയ്തൊരു സംഭവമായിരുന്നു അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിച്ചു. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നമ്മുടെ പഠനത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായി കാണുമല്ലോ. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനെ നമ്മൾ കൃത്യമായ രീതിയിൽ സമീപിക്കേണ്ടതെന്ന് അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് അടുത്ത ജൂലൈയിൽ അല്ലെങ്കിൽ 2025 ജൂലൈയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ തുടങ്ങുകയാണ്. ഓക്കെ, നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് നല്ലൊരു സിലബസ് ഉണ്ട്. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ വെച്ച് പഠിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതിനനുസരിച്ച് പഠിച്ചതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് അസ്ത്ര 3.0യുടെ ഭാഗമായിട്ട് ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജൂലൈ 2025 നടക്കുന്ന പരീക്ഷ ഏറ്റവും നന്നായിട്ട് നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് നമുക്ക് തയ്യാറെടുക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ട് എന്നായിരിക്കും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലേ. ഓക്കെ, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, കൊമേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, പ്ലസ് അടുത്ത നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഏത്? ജനറൽ പേപ്പർ എന്നുള്ളത് അല്ലേ. ഇതെല്ലാം നമ്മൾ പഠിച്ചാൽ ജനറൽ പേപ്പറിൽ നമ്മൾ മാർക്ക് സ്കോർ ചെയ്താലേ നമുക്ക് ജയിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്കത് നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അവസരം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. മറ്റു ചില പ്രത്യേകതകളോട് പറയാനുണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. ഒന്ന്, നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ്സുകൾ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് PDF നോട്ട്സ് അവൈലബിൾ ആയിട്ട് ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയുടെ സമയം അതിനുശേഷവും നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ആ ഒരു മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, വീക്ക്ലി എക്സാംസ് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, വീക്ക്ലി എക്സാംസ് നമ്മൾ പഠിച്ച ഭാഗങ്ങളുടെ എക്സാമുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാനായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ കോഴ്സിന് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ കോഴ്സ് ഉപയോഗപ്പെടുത്തണം. അപ്പം ഈ കോഴ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. 97 46 45 55 14 എന്നുള്ള നമ്പറിൽ എത്രയും വേഗത്തിൽ വിളിക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, യെസ്. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം മനസ്സിലായല്ലോ, നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജിയോടുകൂടി നമ്മൾ കൃത്യമായിട്ടൊരു വേയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് എക്സാം എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ല, നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ജൂലൈ 2025 നടക്കുന്ന എക്സാം കൃത്യമായിട്ട് നമുക്ക് എഴുതാം. ഇപ്പം തന്നെ നമ്മുടെ പഠനം തുടങ്ങാം. അപ്പം നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്